കലയും ചരിത്രവും കൈകോർക്കുന്ന കൊച്ചിയിലേക്ക് സ്വാഗതം. പഴയ കൊച്ചിയുടെ തെരുവുകൾ വീണ്ടും നിറങ്ങൾ കൊണ്ട് വസന്തം തീർക്കുകയാണ്. അതെ, കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കൊച്ചി മുസിരിസ് ബിനാലെയുടെ 6ാം പതിപ്പ് തുടങ്ങി. ലോകമെമ്പാടുമുള്ള കലാകാരന്മാർ ഒത്തുചേരുന്ന കാഴ്ചകളുടെ ഈ വിസ്മയ ലോകത്തേക്ക് നമുക്കൊന്ന് പോയാലോ? 2025 ഡിസംബർ 12 തുടങ്ങിയ ഈ കലാമേള 2026 മാർച്ച് 31 വരെ നീണ്ടു നിൽക്കും. ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 200 രൂപയും വിദ്യാർത്ഥികൾക്ക് 100 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായും കൗണ്ടറിൽ നിന്നും ടിക്കറ്റുകൾ ലഭ്യമാണ്. വെയിലധികമുള്ള സമയമായതുകൊണ്ട് വെള്ളവും തൊപ്പിയും കയ്യിൽ കരുതാൻ മറക്കണ്ട കേട്ടോ. ഗൈസ്, നമ്മൾ അകത്തേക്ക് കയറി ഫസ്റ്റ് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കാണിത്. ഈ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ പഴയ കാലത്തെ പല സാധനങ്ങളും കൊലാഷ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കത്തുകളും പഴയ പാസ്പോർട്ടും ക്ലോക്കും ഒക്കെ കാണാം. ആരോ എഴുതി വെച്ച കത്തുകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകം തോന്നുന്നുണ്ട്. ഇത് കണ്ടോ മക്കളെ, നമ്മുടെ പഴയ TV. പണ്ട് ദൂരദർശനൊക്കെ കണ്ടിരുന്ന ആൻറ്റിന തിരിച്ചു വെച്ചിരുന്ന ആ പഴയ പെട്ടി. ഇന്ന് നമ്മളൊക്കെ സ്മാർട്ട് TVയിലേക്ക് മാറിയപ്പോൾ ഇവൻ ഇവിടെ ബിനാലയിൽ വലിയൊരു ആർട്ട് പീസായി മാറിയിരിക്കുകയാണ്. കലയും കാലവും തമ്മിലുള്ള ഒരു കണക്ഷനാണിത്. അടുത്തതായി നമ്മൾ കാണുന്നത് തുണികളിൽ തീർത്ത വിസ്മയങ്ങളാണ്. നോക്കിയേ, വെറും നൂലും സൂചിയും മാത്രമല്ല, അതൊരു വലിയ കലാരൂപമായി മാറുകയാണ് ഇവിടെ. ഇവിടെ ഒരു പഴയ തയ്യൽ മെഷീനും പല വർണ്ണങ്ങളിലുള്ള തുണികളും കാണാം. വസ്ത്രങ്ങൾ തുന്നിച്ചേർക്കുന്നത് പോലെ മനുഷ്യരുടെ ജീവിതവും കഥകളും തുന്നിച്ചേർത്തതുപോലെയുണ്ട് ഈ കാഴ്ച. തൊട്ടടുത്ത് തന്നെ മണ്ണിൽ തീർത്ത ആ രൂപങ്ങളുടെ വലിയൊരു ശേഖരവും കാണാം. കഠിനാധ്വാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ പറയുന്നത് പോലെയുണ്ട് ഈ ഇൻസ്റ്റലേഷൻ. ഇതൊന്ന് ശ്രദ്ധിച്ചേ, ചെറിയ ഫ്രെയിമുകളിൽ ഭൂപടം പോലെ കുറേ ചിത്രങ്ങൾ. അതിലെല്ലാം ഓരോ അളവുകൾ എഴുതി വെച്ചിട്ടുണ്ട്. താഴെയായി അളവ് കോലുകളും. കടലെടുത്തു പോകുന്ന തീരങ്ങളെയോ അല്ലെങ്കിൽ ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളെയോ ഇങ്ങനെ കണക്കുകൾ വെച്ച് രേഖപ്പെടുത്തിയതാവാം ഇത്. കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ആലോചിക്കുമ്പോൾ വലിയൊരർത്ഥം ഇതിനുണ്ട്. ഈ കാഴ്ച നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കും. മണ്ണിൽ തീർത്ത് 100 കണക്കിന് കൈകൾ. നോക്കിയേ, ചിലത് പ്രാർത്ഥനയോടെ വിരിച്ചു പിടിച്ചിരിക്കുന്നു, ചിലത് മുഷ്ടി ചുരുട്ടി പ്രതിഷേധിക്കുന്നു. ഇതിനെല്ലാം നടുവിലായി ഒരു ആരാധനാലയത്തിൻ്റെ രൂപവും കാണാം. ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും വിശ്വാസവും അവർ കടന്നുപോയ വഴികളും മണ്ണിലൂടെ ഇവിടെ പുനർജനിക്കുകയാണ്. ഈ കാഴ്ചയിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. മനോഹരമായി പൂക്കൾ തുന്നിയ തുണിക്ക് മുകളിലൂടെ നീങ്ങുന്ന പട്ടാളക്കാരും യുദ്ധവാഹനങ്ങളും. സമാധാനത്തിൻ്റെ തണലിലും യുദ്ധം നിഴലിക്കുന്നത് പോലെയുണ്ട് ഇത് കണ്ട്. തൊട്ടു പിന്നിലായി ഈ കലാരൂപങ്ങൾ നെയ്തെടുക്കുന്ന കലാകാരന്മാരെയും നമുക്ക് കാണാം. കല എന്നത് വെറുമൊരു കാഴ്ച മാത്രമല്ല, അതൊരു കൂട്ടായ്മയുടെ ഫലം കൂടിയാണെന്ന് ഈ കാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് ഒരു പഴയ അലമാരയാണ് കേട്ടോ. ഇതിനകത്തേക്ക് നോക്കിയേ, പഴയ കുറേ ആൻറ്റിക് പീസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഉപ്പിലിട്ട ഭരണികളും പഴയ കിന്തിയും തടിയിൽ തീർത്ത പാത്രങ്ങളൊക്കെ കാണാം. പണ്ടത്തെ കാലത്തെ വീട്ടു സാധനങ്ങളൊക്കെ ഒരു മ്യൂസിയം പോലെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഗൈസ്, ഈ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ വൈബ് ആകെ മാറി കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഫുൾ ബ്ലൂ ആംബിയൻസ് ആണ് ഇവിടെ. ഈ ചെടികളുടെ ഷേപ്പും ആ വെളിച്ചവും ഒക്കെ കാണുമ്പോൾ നമ്മൾ അവതാർ സിനിമയുടെ സെറ്റിലെത്തിയതുപോലെ തോന്നും. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്.
അടുത്തതായി നമ്മൾ കാണുന്നത് നിറങ്ങളുടെയും ടെക്സ്ചറുകളുടെയും ഒരു ലോകമാണ്. ഭിത്തിയിൽ മാത്രമല്ല, റൂമിന് നടുവിലായി തൂക്കിയിട്ടിരിക്കുന്ന ഈ വലിയ ക്യാൻവാസുകൾ നോക്കൂ. പായൽ പിടിച്ച പഴയ ചുവരുകൾ പോലെയോ അല്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ പോലെയോ തോന്നിക്കുന്ന നിറങ്ങൾ, പ്രകൃതിയും സമയവും ചേർന്ന് വരച്ച ചിത്രങ്ങൾ പോലെ വല്ലാത്തൊരു ഫീലാണ് ഇത് നൽകുന്നത്. നിറങ്ങളിൽ നിന്ന് നമ്മൾ വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ചുറ്റും നോക്കിയേ, ചുടുകട്ടകൾ അടുക്കി വെച്ച ഭിത്തികളും അതിൽ തൂക്കിയിട്ടിരിക്കുന്ന പണി ആയുധങ്ങളും. അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ നിർമ്മാണത്തിൻ്റെ കഥയാണ് ഇത് പറയുന്നത്. തട്ടുകളിലായി അടുക്കി വെച്ചിരിക്കുന്ന ഈ ചെറിയ രൂപങ്ങൾ കാണുമ്പോൾ പണ്ടെപ്പോഴോ മനുഷ്യൻ കളിമണ്ണിൽ തീർത്ത ആദ്യത്തെ കൗതുകങ്ങൾ പോലെ തോന്നുന്നു. ഈ കാഴ്ച ഒരു വലിയ പുസ്തകം തുറന്നു വെച്ചതുപോലെയുണ്ട്. അക്ഷരങ്ങൾക്ക് പകരം മണ്ണിൽ തീർത്ത മുദ്രകളാണെന്ന് മാത്രം. ഓരോ കട്ടയിലും എന്തൊക്കെയോ കഥകൾ ഒളിപ്പിച്ചു വെച്ചതുപോലെ. മാഞ്ഞുപോയ ചരിത്രമോ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്പർശനമോ മണ്ണിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെയുണ്ട് ഈ ചുവര്. അടുത്തതായി നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വിസ്മയമാണ്. ഈ വലിയ ചുമർ നിറയെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു കാട് നോക്കിയേ. താഴെ നിന്ന് മുകളിലേക്ക് നീളുന്ന ആ വരകൾ മുളങ്കാടുകളോ അല്ലെങ്കിൽ ഇടതൂർന്ന മരങ്ങളോ ആണെന്ന് തോന്നും. അതിനിടയിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു വീടും കാണാം. പ്രകൃതിയുടെ വന്യതയും മനുഷ്യന്റെ വാസസ്ഥലവും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണിത്. നമ്മൾ ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നടക്കുമ്പോൾ ആ കാടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണിത് നൽകുന്നത്. വെറുമൊരു ചിത്രമല്ല, മറിച്ച് നമ്മളെ കൂടി അതിന് ഭാഗമാക്കുന്ന, പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണിത്. ഇനി നമ്മൾ കാണുന്നത് താളങ്ങളുടെയും സംഗീതത്തിൻ്റെയും ഒരു ലോകമാണ്. തറയിൽ വിരിച്ചിട്ട വർണ്ണാഭമായ പായകൾക്ക് മുകളിൽ വിശ്രമിക്കുന്ന വാദ്യോപകരണങ്ങൾ, ചെണ്ടയും തബലയും കുഴലുമെല്ലാം എപ്പോഴോ മുഴങ്ങിയിരുന്ന അല്ലെങ്കിൽ ഇനി മുഴങ്ങാൻ പോകുന്ന താളങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരിടം പോലെ. ഒരു ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ആചാരവേദിയിലോ എത്തിയതുപോലത്തെ ഒരു ഫീലാണിവിടെ. ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റോപ്പ്. ബിനാലയിൽ വന്നിട്ട് ഈ റെഡ് വാളിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? ഇതാണ് ആ മെയിൻ ലോഗോ വാൾ. അകത്തെ തിരക്കിൽ നിന്നെല്ലാം മാറി രാത്രി ഈ ആസ്പിൻ വാൾ കോമ്പൗണ്ടിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ലൈറ്റിങ്ങും ആ പഴയ കെട്ടിടങ്ങളും ഈ മണ്ണിൽ തീർത്ത മതിലുകളും ഒക്കെ കൂടി നല്ലൊരു വൈബാണ് തരുന്നത്. ഇവിടുത്തെ കാറ്റും കൊണ്ട് കുറച്ചു നേരം ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. കാഴ്ചകൾ മാത്രമല്ല, ഇവിടുത്തെ ഭക്ഷണശാല പോലും ഒരു കലയാണ്. മുളയും ഓലയും കൊണ്ട് നിർമ്മിച്ച ഈ റെസ്റ്റോറൻറ്റ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
രാത്രിയിലെ വെളിച്ചത്തിൽ ഈ ഓലപ്പുരയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ഗൈസ്, ഇതാണ് ആസ്പെൻവാളിൻ്റെ സീ സൈഡ് ഏരിയ. നൈറ്റ് വ്യൂ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. വെള്ളത്തിലൂടെ പോകുന്ന ടൂറിസ്റ്റ് ബോട്ടിലെ ലൈറ്റും അതിൻ്റെ റിഫ്ലക്ഷനും ഒക്കെ ആയിട്ട് വേറെ ലെവലാണ്. ആർട്ട് വർക്കുകൾ കണ്ട് തല പുകഞ്ഞെങ്കിൽ ഒന്ന് ചിൽ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ ഈ മരത്തണലിൽ കായൽ കാറ്റും കൊണ്ട് കുറച്ചു നേരം ഇരിക്കാം. ഫോട്ടോ എടുക്കാനും വെറുതെ നടക്കാനും ഒക്കെ പറ്റിയൊരു ഗൈസ്, ബിനാലെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി നമുക്ക് ഫോർട്ട് കൊച്ചി നഗരത്തിലൂടെ ഒന്ന് കറങ്ങാം. വെറുതെ കറങ്ങയല്ല, 2 പ്രധാന സ്ഥലങ്ങൾ കാണാൻ പോവാണ്. ഒന്ന്, മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബിഗ് ബി സിനിമയിലെ ആ വീട്. പിന്നെ നമ്മുടെ ദാസേട്ടൻ്റെ വീട്. രാത്രിയിലെ വെളിച്ചത്തിൽ ഈ പഴയ കെട്ടിടങ്ങളും തെരുവുകളും കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കി. കൊച്ചിയുടെ ഈ നൈറ്റ് വൈബ് മിസ് ചെയ്യാൻ പാടില്ല. ഈ രാത്രി ദൃശ്യങ്ങൾ കണ്ടോ? കൊച്ചി ഇപ്പോഴാണ് ശരിക്കും സുന്ദരിയായത്. ഈ തിരക്കും ലൈറ്റുകളും ആ പഴയ യൂറോപ്യൻ സ്റ്റൈൽ കെട്ടിടങ്ങളും. വെറുതെ ഇതിലൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഗൈസ്, ഈ കാണുന്നതാണ് ഹൗസ് ഓഫ് യേശുദാസ്. സംഗീതവും രുചിയും ഒന്നിക്കുന്ന ഒരിടമാണ് ഹൗസ് ഓഫ് യേശുദാസ്. സാക്ഷാൽ ദാസേട്ടൻ്റെ പഴയ വീടാണിത്. ഇപ്പോൾ ഇതൊരു ഹോട്ടലായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ദാസേട്ടൻ്റെ അമ്മ നട്ടു വളർത്തിയ ഒരു മാവ് ഇപ്പോഴും വെട്ടിക്കളയാതെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലെ ഒരു പ്രധാന ലാൻഡ്മാർക്ക് കൂടിയാണത്. ഈ കാഴ്ച നമ്മളെ കൊണ്ടുപോകുന്നത് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര പ്രസിദ്ധമായ പോസ്റ്റ് ഓഫീസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ കെട്ടിടത്തിന് ഇന്നും ആ പഴയ പ്രൗഢി ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്റർനെറ്റും വാട്സാപ്പും ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് സന്തോഷങ്ങളും സങ്കടങ്ങളും കത്തുകളായി വന്നെത്തിയിരുന്നത് ഇവിടെയായിരുന്നു. ചുവപ്പും വെള്ളയും നിറത്തിൽ കൊളോണിയൽ ശൈലിയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ കെട്ടിടം ഫോർട്ട് കൊച്ചിയുടെ പൈതൃകം വിളിച്ചോതുന്ന ഒരു സ്മാരകം കൂടിയാണ്. Never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. കൊച്ചി പഴയ കൊച്ചി അല്ലായിരിക്കാം, പക്ഷേ ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന പേര് കേട്ടാൽ ആവേശം കയറാത്തൊരു മലയാളി ഉണ്ടാവില്ല. കേരളത്തിലെ ട്രെൻഡ് സെറ്റർ മൂവി പിറന്ന വീടാണിത്. സിനിമ ഇറങ്ങി വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ വീടിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗൂസ് ബംസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വോർ എന്ന് ബിലാൽ പറഞ്ഞ അതേ മണ്ണാണ്. നിറങ്ങളുടെ ബിനാലയിൽ തുടങ്ങി ബിലാലിൻ്റെ മാസ് തൊട്ടിറങ്ങി ദാസേട്ടൻ്റെ സംഗീതം പോലെ ഒഴുകി ഫോർട്ട് കൊച്ചിയുടെ ഈ മനോഹരമായ രാത്രിയിൽ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. കലയും സിനിമയും ചരിത്രവും ഈ നഗരത്തിൻ്റെ വൈബും എല്ലാം ചേർന്ന ഒരു മാജിക്കൽ അനുഭവം.
കൊച്ചി എന്നത് വെറുമൊരു സ്ഥലമല്ല, അതൊരു വികാരമാണെന്ന് പറയുന്നത് വെറുതെ അല്ല മക്കളെ. ഈ യാത്ര നിങ്ങളുടെയും മനസ്സ് നിറച്ചെങ്കിൽ മടിക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൊച്ചിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കിടിലൻ വൈബുമായി ഇനിയും വരും. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നോളൂ. ലവ് യു ഓൾ. ബൈ.